ശ്രീ എം ജയചന്ദ്രൻ. ഇവിടെ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നിങ്ങനെ രണ്ട് തട്ടിലായി തരം തിരിച്ചുകൊണ്ടാണ് പലപ്പോഴും CPM പ്രസംഗങ്ങളിൽ ഉന്നയിക്കാറുള്ളത് വർഗീയതയ്ക്കെതിരെ. അവിടെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയുടെ ഫലമായി ഉടലെടുത്തതാണ് എന്നുള്ള ഒരു സമീപനത്തിൽ ഊന്നിക്കൊണ്ടാണ് പിന്നീടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ ന്യൂനപക്ഷ പ്രീണനം വ്യക്തമാകുകയല്ലേ? അത് ഒരു വശത്ത്. അതോടൊപ്പം തന്നെ നിരന്തരമായി ഹിന്ദു മതങ്ങളെ, ഹിന്ദു ദൈവങ്ങളെ, ഹിന്ദു ആചാരങ്ങളെ, ഹിന്ദു അനുഷ്ഠാനങ്ങളെ ഒക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുക. ഇത് രണ്ടും ലക്ഷ്യം വയ്ക്കുന്നത് എവിടെയാണോ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്, അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടണം, അതിനുവേണ്ടി ഉതകുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ കാഴ്ചവെക്കാം എന്നുള്ളതാണോ ഈ ഇടത് ചിന്താഗതി? രോഹിണി, ഇതിലുള്ളൊരു വലിയ ഒരു പരിമിതിയോ അല്ലെങ്കിൽ വൈരുദ്ധ്യമോ ഒക്കെ നോക്കിയാൽ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് ഇത്തരം ചർച്ചകളിൽ ഇപ്പോ വിശ്വഹിന്ദു പരിഷത്തിനെ പ്രതിനിധീകരിച്ച് വേറൊരു ശ്രീ PR രാജശേഖരനുണ്ട്. അദ്ദേഹം എന്റെ ചുമരിൽ വെച്ചു വന്നിരിക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്വം ഏതാ ഓപ്പിയം ഓഫ് ദ മാസസ് എന്ന് മാർക്സ് പറഞ്ഞുള്ള കാര്യങ്ങൾ, സെമറ്റിക് മതങ്ങളുടെ പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതിരിക്കട്ടെ, അത് പറയാം. പക്ഷേ ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറയുന്ന ആത്യന്തികമായി എന്താണ്? ഈ നമ്മളുടെ ഡെമോക്രാറ്റിക് ഇലക്ഷനിൽ നമ്മുടെ ഭരണഘടനാപരമായി തന്നെ ഡെമോക്രസിയെ സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണല്ലോ. അവിടുത്തെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരം ടെർമിനോളജികൾ ഉപയോഗിക്കാറുള്ളത്, സംസാരിക്കാറുള്ളത്. പക്ഷെ ഇതുപോലുള്ള ചർച്ചകളെങ്കിലും അതിൽ നിന്ന് മുക്തമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റേത് മാറ്റി വെക്കേണ്ടി വരും. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ ഒരുപോലെ ആപത്താണ്. നിയമസഭ ഒരുപാട് 1984 പറഞ്ഞ കാര്യം മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണോ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്? അതോ നമ്മൾ ഒരു ഡിബേറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഇന്നത്തെ ഡിബേറ്റിന്റെ കോർ ഇഷ്യൂ ആണോ എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കേണ്ടി വരും. ഞാൻ ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ശ്രീ VR രാജശേഖരൻ പറഞ്ഞ ചില വിഷയങ്ങൾക്ക് ആദ്യം ഒന്നും മറുപടി പറയാൻ അനുവദിക്കുക. അതിനുശേഷം താങ്കളുടെ വിഷയത്തിലേക്ക് വരാൻ നമുക്ക് നിശ്ചയമായും വരാം, അത് തർക്കമൊന്നുമില്ല. ഇത് ഈ ഓപ്പിയം ഓഫ് ദ മാസസ് എന്ന് മാർക്സ് പറഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അത് ശരിയാണ്. ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ 1853 മാർക്സ് ഇത് സംബന്ധിച്ച് ലേഖനം എഴുതുന്നത്, ഇന്ത്യയിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ലേഖനം തന്നെ എഴുതുന്നത്. അപ്പൊ അതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഈവൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായോ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായോ ബന്ധപ്പെട്ട ആൾക്കാർ വരെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും എന്താണ് മാർക്സ് പറഞ്ഞത് എന്നുള്ളതിന്റെ ഹൃദയത്തിൽ തൊട്ടിട്ടില്ല എന്നാണ്. ഈ ഹിന്ദു തത്വചിന്തയുടെ ദാർശനികമായ മാനങ്ങൾ ഒന്നിനെ പോലും മാർക്സ് സ്പർശിച്ചിട്ടേ ഇല്ല ഈ വിമർശനങ്ങളുടെ എവിടെയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഈ ഹൈന്ദവ തത്വചിന്തയെ ഒന്നും മാർക്സ് പരാമർശിച്ചിട്ടില്ല, അതിനെ വിമർശന വിധേയമാക്കിയിട്ടുമില്ല. അതേസമയം അതിന്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് കൺസെപ്റ്റ് അത് മാത്രമാണ് സാമൂഹികവും ആർത്ഥികവും എന്ന് പറയാവുന്ന ആർത്ഥികവുമായ മാനങ്ങൾ മാത്രമാണ് കാർൽ മാർക്സ് 1853 തന്റെ ലേഖനത്തിൽ വിമർശന വിധേയമാക്കുന്നത്. പക്ഷെ തെറ്റിദ്ധരിച്ചു പോയി എന്ന് കരുതപ്പെടുന്ന വിധം മാർക്സ് പറഞ്ഞു മതം മനുഷ്യനെ അയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്നവരും എതിർചേരിയിലുള്ളവരും ഒരുപോലെ തെറ്റിദ്ധരിച്ചാണ് അതിനെ സംബന്ധിച്ച് വർഗീകരിക്കുന്നത്. എപ്പോഴും ഈ മാർക്സ് പറയുന്നതിൽ കാതലായി വരുന്ന വശമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ സാമൂഹ്യ തലമാണ്. സാമൂഹ്യ തലത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യ തലത്തിലുള്ള പ്രധാനപ്പെട്ട പോരായ്മ അല്ലെങ്കിൽ പരിമിതിയായി അദ്ദേഹം കണ്ടിട്ടുള്ളത് ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥയെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള അതിന്റെ അന്നത്തെ സാഹചര്യങ്ങളാണ് ഇന്ത്യൻ അടിസ്ഥാന വർഗത്തിന്റെ അല്ലെങ്കിൽ വ്യാപകമായി ഇന്ത്യൻ ജനതയുടെ പിന്നോട്ടടിക്ക് കാരണം എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ അകത്ത് ചുരുക്കി പറയാവുന്ന കാര്യം. അതിൻ്റെ അകത്ത് മതം എന്ന് പറയുന്നത് ഈ ദാർശനിക മാനങ്ങളിലല്ല, അതിന്റെ സാമൂഹികവും ആർത്ഥികവുമായ എക്കണോമിക് ആസ്പെക്ട്സിലും സോഷ്യൽ ആസ്പെക്ട്സിലും മാത്രമാണ് അദ്ദേഹം അതിനെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ വെച്ച് നമ്മൾ ഇപ്പോ ശ്രീ VR രാജശേഖരൻ പറഞ്ഞതുപോലുള്ളൊരു പരിമിതമായ ഈ പരിവൃത്തത്തിലേക്ക് ഒതുക്കി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനത് വിശദമായ വിഷയമാണെങ്കിലും ഞാൻ ഇവിടെ അത് നിർത്തുകയാണ്. കാരണം നമ്മുടെ ചർച്ചയ്ക്ക്
സമയപരിമിതി ശരി. ഉണ്ട് എന്നുള്ളത് കൊണ്ട്. മറ്റൊന്ന് പിന്നെ ഈ സെമറ്റിക് മതങ്ങളുടെ പ്രശ്നമാണ്. ജൂതമതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം, ഇത് മൂന്നുമാണ് സെമറ്റിക് മതങ്ങളായി നമ്മൾ പൊതുവെ അറിയുന്നതും അംഗീകരിച്ചിട്ടുള്ളതും. അപ്പൊ ഇത് മൂന്നും തമ്മിൽ ചില പാരസ്പര്യങ്ങളുണ്ട് എന്നുള്ളത് പോലെ തന്നെ ഒരുപാട് സംഘർഷങ്ങളുടെ ഭൂമികയും തമ്മിൽ ഉണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ പിന്നെ ഈ ദൈവപുത്രനാണ് ക്രൈസ്റ്റ് എന്നുള്ള നിഗമനത്തെ എന്ന ആശയത്തോട് ഒട്ടും യോജിക്കാത്തവരാണ് പിന്നെ ജൂതന്മാരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരും. അതേസമയം പ്രവാചകനാണ് ക്രൈസ്റ്റ്, അത് അംഗീകരിക്കുന്നുണ്ട്. അത് മോസസിനെ അംഗീകരിക്കുന്നുണ്ട്, മുസ്ലിംസും അംഗീകരിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസിനും മോസസ് ഉണ്ട്. പക്ഷെ ജ്യൂസിന് അതുമില്ല. അപ്പൊ ആ തരത്തിലുള്ള വ്യത്യാസം അവിടെയും ഉണ്ട്. അപ്പൊ അതാണ് സെമറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത്. ആ സെമറ്റിക് മതങ്ങൾ തമ്മിൽ സാമ്യങ്ങൾ ഉള്ളത് തന്നെ വൈജാത്യങ്ങൾ ഒട്ടേറെ ഉണ്ട്. കൂടുതലും വൈജാത്യങ്ങളാണ് താനും. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ ഈ ഹിന്ദു മതത്തിലേക്ക് വന്നാൽ എന്താണ് രോഹിണി വല്ല ഇടയ്ക്ക് സംസാരിച്ചിരുന്നോ? ശ്രീ ജയചന്ദ്രൻ അത് പൂർത്തീകരിച്ചോളൂ. ഓക്കെ. നമ്മുടെ പിന്നെ ഹിന്ദു മതത്തിലേക്ക് വന്നാൽ നമുക്ക് ഇക്കാര്യത്തിൽ ഇപ്പോ ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണല്ലോ നമ്മുടെ ഈ ചർച്ച ഇന്നും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ നോക്കുമ്പോഴേക്ക് പിന്നെ നാരായണ ഗുരു പറഞ്ഞിട്ടുള്ള സവിശേഷമായ ഒരു 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 ചരിത്ര സന്ദർഭമുണ്ട്. ആ സന്ദർഭം എന്ന് പറയുന്നത് 100 വർഷം മുമ്പാ. ഇപ്പൊ RSSന്റെയും 100 വർഷം ആകാൻ പോകുന്നു സെപ്റ്റംബർ ആകുമ്പോൾ. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആണ് കേരള കൗമുദിയിൽ അദ്ദേഹത്തിന്റെ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ മഹാനായ പത്രാധിപർ എന്ന് നമ്മളെല്ലാവരും പിന്നെ അംഗീകരിക്കുന്ന സി വി കുഞ്ഞിരാമനാണ് അതിന്റെ പത്രാധിപർ. പത്രാധിപരുമായി നാരായണ ഗുരു നടത്തുന്ന ഒരു അഭിമുഖ സംഭാഷണം, സുദീർഘമായ അഭിമുഖ സംഭാഷണമാണ്. അത് വളരെ പ്രസക്തമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്നും പ്രസക്തമാണത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പിന്നെ മതം എന്നുള്ളത് ഹിന്ദു മതത്തിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. സി വി കുഞ്ഞിരാമൻ ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുന്നത് ഹിന്ദു മതത്തിനെ കുറിച്ചാണല്ലോ. അങ്ങനെ ഒരു മതം ഇന്ത്യയിൽ നിലവിലില്ല. നാരായണ ഗുരു പറയുകയാണ് ആ അഭിമുഖത്തിൽ. അത് ഇന്നും നമുക്ക് ആർക്കൈവ്സിൽ ലഭ്യമാണ്. കേരളത്തിൽ ചോദിച്ചാൽ പ്രത്യേകിച്ചും കിട്ടും. അദ്ദേഹം പറയുന്നു ഇത് വിവിധ ഗ്രൂപ്പുകളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് 11 ഗ്രൂപ്പുകളുണ്ട് ഹിന്ദു മതത്തിൽ. അത് അദ്ദേഹം വ്യക്തമായി നിർവചിക്കില്ല, വിശദീകരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ മതങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച്. പിന്നെ ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, പക്ഷെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതുമുണ്ട്. അത് ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ വരിക എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയുക, എനിക്കല്ല. ഇപ്പൊ രാമനും കൃഷ്ണനും ഈ ഹിന്ദു മതത്തിന്റെ ഒരേ ശ്രേണിയിൽപ്പെട്ടവരല്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നാരായണ ഗുരു പറയുന്നതില് പൗരാണിക മതം, വൈദിക മതം, ശൈവമതം, വൈഷ്ണവ മതം, അദ്വൈത മതം, വിശിഷ്ടാദ്വൈത മതം, ദ്വൈതമതം, ശാക്യമതം, സാഖ്യമതം, വൈശേഷിക മതം, മീമാംസാ മതം, ഇത്രയും മതങ്ങളെ കുറിച്ചാണ് 11 മതങ്ങളെ കുറിച്ചാണ് ഹിന്ദു എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന മതത്തിൽ ഇങ്ങനെ 11 ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിൽക്കുന്നു? എന്നാലേ എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പിലും നിൽക്കാൻ കഴിയില്ല. അതാണ് നാരായണ ഗുരു പറയുന്നതിന്റെ മർമ്മം. അതാണ് ഈ 11 ഗ്രൂപ്പിൽ എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പിലും നിൽക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് അദ്ദേഹം രാമനും കൃഷ്ണനും 2 ഗ്രൂപ്പിൽ പെടുന്നവരാണ് എന്ന് പറയുന്നത്. അത് പിന്നെ ചർച്ചകൾ വേണ്ടതാണോ ഇന്ന് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ അതിൽ എക്സർസൈസ് ചെയ്യുന്ന ഒരാളല്ല, പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തരം ഈ ബൗദ്ധിക കാര്യങ്ങളിൽ ആ തരത്തിൽ ഈ രംഗത്ത് ഹൈന്ദവ ഗ്രൂപ്പുകളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല. അതിനെന്തായാലും മറുപടി ഒരു പക്ഷേ വി ആർ രാജശേഖരന് നൽകാൻ സാധിക്കും.